അല്ല അത് അല്ല അല്ല തമ്മിട്ടല്ലല്ല ഞാൻ എൻ്റെ വാചകം എന്താ ആദ്യത്തെ കേരളത്തിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകണം, കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം, ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ്. ഞാൻ പറഞ്ഞല്ലോ ട്രേഡ് യൂണിയൻ സെക്ടറിൽ പണ്ട് ട്രേഡ് യൂണിയൻ സെക്ടർ CIT ആണല്ലോ നശിപ്പിച്ചത്, മനസ്സിലായല്ലോ. ഇത് മുഴുവൻ സമരം ചെയ്ത ആളുകളെ തല്ലി ഒളിച്ചത് ഞാൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാളാണ്. ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല, ഒരിടത്തും. CPM പോലെ ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്യാറില്ല. സമരം ചെയ്യുന്നവർ കമ്പനികൾ നിലനിൽക്കണം എന്നുള്ള പുതിയ നിലപാടെടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്. ഒരു സ്ഥലത്തും ഞങ്ങൾ എല്ലാ സ്ഥലത്തും വ്യവസായ സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കേരളത്തിൽ പുറത്തേക്ക് ഉണ്ട്. അത് പോകരുത്, മാറി എന്നുള്ളതാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല എന്ന് നിരന്തരമായി പറയുകയും പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു 40% വ്യത്യാസം വരും, ഒരു 40% വ്യത്യാസം വരും. ഒരു 40% ഈ 64,000 സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സ്വിഫ്റ്റിൻ്റെ ഇതിൽ തന്നെ വരുന്നത് 40% ഉണ്ടായിരുന്നതാണ്. കുറേ നാളായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത കാരണം ഇതിൻ്റെ അകത്ത് ഉദ്യം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. MSME ആയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, MSME ആയ ബാങ്കിൻ്റെ ആനുകൂല്യങ്ങൾ. ഇപ്പോൾ MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ ചെയ്തു തുടങ്ങി. ആണ് അല്ല, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞത് പൊള്ളയാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സ്റ്റാർട്ടപ്പ് 254% ഇൻക്രീസ്. ഏത് കോവിഡ് കാലത്ത് വെച്ചോണ്ടേ? കോവിഡ് കാലത്ത് ആരാ MSME തുടങ്ങിയത്? 2019-21 ആയിട്ട് താരതമ്യം ചെയ്തിട്ട് 21-24 മനസ്സിലായിക്കോളാം നിങ്ങൾ. 21-24 254% വർധനവുണ്ടായിരുന്നു. മനസ്സിലായ കാര്യം? മനസ്സിലായി. അപ്പോൾ വർധനവിൻ്റെ കാര്യം ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെയാണ് ഞാൻ വായിച്ചത്. ഇല്ല, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. ഞാൻ പറയില്ലേ, അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിൻ്റെ ലീഡ് വരില്ല, മനസ്സിലായില്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലും നിങ്ങളിൽ ചിലരാഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല, മനസ്സിലായില്ലേ? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വ്യവസായ മന്ത്രിക്കാണ് മറുപടി. അല്ല, ഞങ്ങളത് പരിശോധിക്കുകയാണ്, അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു. അല്ല, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തരൂർ മാത്രമല്ല, വിപ്രോ, ഭാരത് ബയോടെക്നിക് തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും പ്രതിനിധികൾ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മാറി, കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മാത്രം അംഗീകരിക്കാൻ മടി? ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ്, വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്ത് കാണിച്ചത് റെക്കോർഡ് ചെയ്യല്ലേ, ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞാൽ കൂടുതൽ. എൻ്റെ പ്രശ്നം പൊള്ളയായ അവകാശവാദങ്ങൾ, തെറ്റായ അവകാശവാദങ്ങൾ, പച്ചക്കള്ളങ്ങൾ, നുണയുടെ ചീട്ടുകൊട്ടാരം, അതാണ് ഞാൻ പൊളിച്ചത്, വേറെ ഒന്നുമില്ല.